അപ്പോൾ നമ്മുടെ കോളിസിൻ്റെ വർക്ക് ഏകദേശം ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഡെലിവറിക്ക് വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മെക്കാനിക്കൽ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെയിൻറ്റിങ് വർക്ക്, പാച്ച് വർക്ക്, A to Z, ബമ്പർ ടു ബമ്പർ എന്തെല്ലാം മാറ്റണോ അതെല്ലാം മാറ്റി വണ്ടി നമ്മുടെ പാത്തുവിൻ്റെ അതേ ടൈപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയ 1-2 കാര്യം മാത്രമേ മിസ്സുള്ളൂ. ബാക്കിയെല്ലാം സെയിം ടു സെയിം ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ചെറിയ LED കാര്യങ്ങൾ, ലൈറ്റിൻ്റെ ഒരു വ്യത്യാസം മാത്രമല്ല. അപ്പോൾ ഈ ഒരു ലെവലിലേക്കാണ് വന്നിരിക്കുന്നത്. ബോഡി നമ്മൾ ഫുള്ളായിട്ട് പാച്ച് ചെയ്തിട്ടാണ് പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ യോക്കോഹാമയുടെ അലോയും അത് വെച്ച് ലോക്കോമോട്ടർ ടയറും അതുപോലെ അതിനുള്ള അലോയും നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ വണ്ടിയിൽ ചെറിയൊരു ഡിഫറൻസാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈൻ സ്പോക്കാണ്, പക്ഷേങ്കിൽ ഇതിൽ വന്നിരിക്കുന്നത് ഒരു കർവ്ഡ് സ്പോക്കാണ്. പക്ഷേ നമുക്ക് റണ്ണിങ്ങിൽ കാണുമ്പോൾ ഭയങ്കര ഒരു രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഈ ഒരു ലെവലിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ പ്രീമിയം ലുക്ക്, വൈറ്റ് ആൻഡ് നമ്മൾ വാം ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ വാം ലൈറ്റ് കൊടുത്തത് കൊണ്ട് നമുക്കൊരു പ്രീമിയം ലുക്ക് ഇതിനകത്ത് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ സ്റ്റീരിയോ ചെയ്തിരിക്കുന്നത് പൈനിയറിൻ്റെ, അതുപോലെ തന്നെ നമ്മൾ ഇതിൽ സ്റ്റീരിയോ പൈനിയറിൻ്റെ സെറ്റാണ് ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഗിയർ ലിവർ നോബ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്പീക്കേഴ്സ് എല്ലാം നമ്മൾ JBL സിസ്റ്റമാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സീറ്റിൻ്റെ അതേ പാറ്റേൺ നമ്മൾ ഡോർ പാഡിലേക്കും ഫുള്ളായിട്ട് കൊണ്ടുവന്നിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡോർ സ്ക്രൂ ഒന്നും നമുക്ക് ഡോർ പാഡിൻ്റെ ക്ലിപ്പുകളൊന്നും കറക്റ്റായിട്ട് അലൈൻ ആവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ മേടിക്കുന്നുണ്ട്, നമ്മൾ സ്ക്രൂ ചെയ്ത് തന്നെ നിർത്തേണ്ടി വരും. അതുപോലെ ഡാഷ്ബോർഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കെട്ടിയിട്ടുണ്ട്. ബ്ലാക്കിൽ ഒരു റെഡ് സ്റ്റിച്ചായിട്ട് വരുന്ന ഒരു ടൈപ്പിലാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സെൻട്രൽ കൺസോളും ഇനോവയുടെ തന്നെ നമ്മൾ സെൻട്രൽ കൺസോൾ, അത് പെയിൻറ്റോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ മാച്ചിങ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. കണ്ടില്ലേ? അതേ ഒരു പാറ്റേണിൽ തന്നെ, കളർ പാറ്റേണിൽ തന്നെ നമ്മൾ ഫ്ലോർ മാറ്റും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാം ലൈറ്റ് വന്നതുകൊണ്ട് ഭയങ്കര ഒരു രസമുണ്ട്. നമ്മളൊരു പഴയ ഒരു വണ്ടി, ഓൾഡ് വണ്ടി നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന, റീസ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ആ ഒരു ഫീല് തന്നെ നമുക്ക് വണ്ടിയുടെ ഉള്ളിലിരിക്കുമ്പോഴും നല്ലവണ്ണം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ആ വാം ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പക്ക ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റ് നമ്മൾ ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്ക് കപ്പ് ഹോൾഡർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് താത്തി താഴത്തേക്ക് മടക്കിയും വെക്കാം. അതിൽ കൂടെ നമുക്ക് പാസ് ചെയ്ത് പോകാം. അതിനേക്കാളും നല്ല നമുക്ക് സൈഡ് കൂടെ പാസ് ചെയ്ത് കയറാനായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എന്താ വെച്ചാൽ ഈ സീറ്റ് കറക്റ്റായിട്ടും ഫുള്ളായിട്ട് ഫ്രണ്ടിലേക്ക് വരും. ആ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിലേക്ക് കയറാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഫ്രണ്ടിലേക്കുള്ള കപ്പ് ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡാഷ്ബോർഡിൽ തന്നെ മറ്റേ സെൻട്രൽ കൺസോളിൽ തന്നെ വരും. അപ്പോൾ ബാക്കിലേക്ക് നമുക്ക് വേറെ ഡോർ പാഡിലോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബോട്ടിൽ വെക്കാനോ കാര്യത്തിനോ ഒരു സ്പേസും കോളിസിനകത്ത് ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സീറ്റ് വെക്കുമ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് ഫുള്ളായിട്ട് മാറിക്കിട്ടും. പിന്നെ ബീഡിങ് കാര്യങ്ങൾ എല്ലാം A to Z പാർട്സ് നമ്മൾ പുതിയ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ബാക്ക് റോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്കാണ് ഇരിക്കുന്നത്. ഒക്കെ പ്രീമിയം ലുക്കിൽ തന്നെയാണ് നമ്മൾ മൊത്തത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ വണ്ടികളും ഈ ഒരു കണ്ടീഷനിലേക്കായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത്. ഇതേ ലെവലിൽ ആണ് കൊണ്ടുവരുന്നത്. നമുക്ക് ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വഴി ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. എന്താ വെച്ചാൽ സീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ടിലേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു പാസേജ് പക്കയായിട്ട് കിട്ടും. അതുപോലെ ഫ്രണ്ടിൽ നമ്മൾ ഇത്രയും ലൈറ്റ്സാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഗ്രിൽ ലൈറ്റ്, അതുപോലെ തന്നെ DRL, എക്സ്ട്രാ 2 ഫോഗ് ലൈറ്റ്, പ്രൊജക്ടർ ഫോഗ് ലൈറ്റ്, പിന്നെ അതിലൊരു ബാർ ലൈറ്റും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിന് ടൊയോട്ട ലാൻഡ് ക്രൂയിസറിൻ്റെ എംബ്ലം, ഗോൾഡ് ഷെയ്ഡ് വരുന്ന എംബ്ലവും ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പൊതുവെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് എന്താ പറയുക ഒരു ഗ്യാപ്പായിട്ട് ഫീൽ ചെയ്യുക. ഇതിനവിടെ സെൻട്രൽ കൺസോൾ വരുമ്പോൾ അവിടെ ഒരു ഹാൻഡ് ബ്രേക്കാണ് അതിനകത്ത് വരിക. അപ്പോൾ ഒരു ഗ്യാപ്പ് അതിനകത്ത് നമ്മൾ ഫോം വെച്ചിട്ട് അതിൻ്റെ സെയിം റെക്സിൻ വെച്ചിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് കാണാൻ തന്നെ ഒരു വൃത്തികേടില്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. അത്
മെക്കാനിക്കൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ വർക്ക് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സസ്പെൻഷൻ പാർട്സ് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്ലച്ച് സെറ്റ്, എൻജിൻ ബെഡ്, ഗിയർ ബോക്സ് ബെഡ്, അങ്ങനെയുള്ള എല്ലാ വർക്കും ഏകദേശം 45,000-50,000 രൂപയുടെ മെക്കാനിക്കൽ വർക്ക് തന്നെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ബോഡി പെയിൻറ്റ്, പാച്ച് കാര്യങ്ങൾ എല്ലാം സെറ്റാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.